നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് കൂടി കളത്തിലിറങ്ങുമ്പോൾ മുലായം സിംഗിന്റെ കുടുംബത്തിൽ നിന്നും ആകെ 5 പേരാണ് മത്സര രംഗത്ത് ഉള്ളത്. ആദ്യമായാണ് അഖിലേഷിന്റെ കുടുംബത്തിൽ നിന്നും ഒരേ തെരഞ്ഞെടുപ്പിൽ തന്നെ 5 പേർ മത്സര രംഗത്തിറങ്ങുന്നത്. കനൌജിൽ മത്സരിക്കുന്ന അഖിലേഷ് യാദവ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അഖിലേഷ് യാദവിന്റെ ഭാര്യയായ ഡിംപിൾ യാദവ്, ബന്ധുക്കളായ ധർമ്മേന്ദ്ര യാദവ്, ആദിത്യ യാദവ്, അക്ഷയ് യാദവ് എന്നിവരാണ് മത്സര രംഗത്തുള്ള മറ്റു കുടുംബാംഗങ്ങൾ. മത്സരത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പ്രചരണത്തിന് കൂടുതൽ മുൻതൂക്കം നൽകണമെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ ആഗ്രഹമെങ്കിൽ പോലും മറ്റ് നേതാക്കളും അണികളും ഒക്കെ നിരന്തരം അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് ഇപ്പോൾ കനൌജിൽ മത്സരിക്കാൻ അഖിലേഷ് യാദവ് എത്തിയതെന്നാണ് സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. എന്തായാലും കനൌജിൽ നിന്നും അഖിലേഷ് തന്നെ മത്സരിക്കണമെന്നുള്ള ആവശ്യം പാർട്ടി അണികൾക്കിടയിൽ ശക്തമായിരുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. മുലായം സിംഗ് യാദവും കുടുംബാംഗങ്ങളും മാറി മാറി മത്സരിച്ച് അവിടെ വിജയിച്ചു പോന്നിരുന്ന ഒരു മണ്ഡലമായിരുന്നു മെയിൻപുരി എന്ന് പറയുന്നത്. 2022 മുലായം സിംഗിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ അഖിലേഷ് യാദവിന്റെ ഭാര്യയായ ഡിംപിൾ യാദവ് ആണ് വിജയിച്ചു കയറുന്നത്. ഇത്തവണയും ഇവിടെ ഡിംപിൾ യാദവ് തന്നെയാണ് മത്സര രംഗത്തുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട എതിരാളി BJPയുടെ ജയ്സ്വീർ സിംഗ് ആണ്. 2019 കോൺഗ്രസിന്റെ സഖ്യമില്ലാതെ മത്സരിച്ച സമാജ്വാദി പാർട്ടി ഇത്തവണ കോൺഗ്രസിന്റെ സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ് സമാജ്വാദി പാർട്ടി. എന്തായാലും സമാജ്വാദി പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മുലായം സിംഗിന്റെ കുടുംബത്തിൽ നിന്നും 5 പേർ മത്സര രംഗത്ത് ഒരേ സമയം ഇറങ്ങുമ്പോൾ തീർച്ചയായും കുടുംബാധിപത്യം എന്ന വിമർശനം നിരന്തരം ഉയർത്തുന്ന BJP ഇത് ഉത്തർപ്രദേശിൽ ഒരു പ്രചരണ ആയുധമാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.